തൃശൂരിലെ പ്രചാരണത്തിൽ കരുവന്നൂർ ആയുധമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വർണ്ണക്കടത്തും മാസപ്പടിയും ഉയർത്തിയായിരുന്നു തിരുവനന്തപുരത്ത് മോദിയുടെ പ്രസംഗം. UDF-നെയും LDF-നെയും അതിരൂക്ഷമായി കടന്നാക്രമിച്ചുകൊണ്ടാണ് രണ്ടിടത്തും നരേന്ദ്രമോദി BJP-ക്കായി വോട്ട് തേടിയത്. സംസ്ഥാനത്തെ പ്രചാരണ വേദികളിൽ കേരള സർക്കാരിനെ നിശിതമായി വിമർശിച്ച പ്രധാനമന്ത്രി സംസ്ഥാനത്തെ ബാങ്കുകൾ CPIM കൊള്ളയടിക്കുകയാണെന്ന് ആരോപിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പരാമർശിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം. കരുവന്നൂർ വിഷയത്തിൽ മുഖ്യമന്ത്രി നുണ പറയുകയാണെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. CPM के करप्शन की वजह से ये पैसा खतरे में पड़ा हुआ है. कितने ही कोऑपरेटिव बैंकों में CPM के सदस्यों द्वारा गरीबों का पैसा लूट लिया गया है. തൃശൂരിൽ കരുവന്നൂരെങ്കിൽ കാട്ടാക്കടയിൽ സ്വർണ്ണക്കടത്തും മാസപ്പടിയുമായിരുന്നു മോദിയുടെ ഫോക്കസ് പോയിന്റ്. മുഖ്യമന്ത്രിയും മകളും സംശയത്തിന്റെ നിഴലിലെന്നും നരേന്ദ്രമോദി പറഞ്ഞു. एक और घोटाले में आरोपियों ने सीधे मुख्यमंत्री और उनकी बेटी तक को रिश्वत दिए जाने की बात स्वीकार की है. इस केस की जांच न हो इसके लिए केरला सरकार पूरी ताकत लगा रही है. അഴിമതിക്കെതിരെ നടപടി സ്വീകരിച്ചതുകൊണ്ടാണ് അഴിമതിക്കാർ ചേർന്ന് BJP-ക്കെതിരെ സഖ്യമുണ്ടാക്കിയതെന്നും പ്രധാനമന്ത്രി. കോൺഗ്രസിനെയും കമ്മ്യൂണിസത്തെയും രാജ്യം തിരസ്കരിച്ചുവെന്നും മോദി പറഞ്ഞു. लेफ्ट और कांग्रेस दोनों का सिर्फ नाम ही बचा है. दोनों को देश ने रिजेक्ट कर दिया है. കാട്ടാക്കടയിൽ റോഡ് ഷോ ആയിട്ടാണ് പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം, തൃശൂർ.